അന്ന് രാവിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അർജുൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. ആ പെൻഡ്രൈവിൽ എന്തായിരിക്കും? സാധാരണ ഓഫീസ് ഫയലുകളാണോ? അതോ ഇത്രയും ദിവസമായി താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ രഹസ്യത്തിൻ്റെ ആദ്യ തെളിവാണോ? വീട്ടിലെത്തിയപ്പോൾ അമ്മയും അമ്മുവും അവരവരുടെ തിരക്കിലായിരുന്നു. അമ്മ അടുക്കളയിൽ പ്രഭാത ഭക്ഷണം ഒരുക്കുന്നു. അമ്മു കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അർജുൻ പതിവ് പോലെ പെരുമാറാൻ ശ്രമിച്ചു. അമ്മു യാത്ര പറഞ്ഞു കോളേജിലേക്ക് പോയി. അമ്മ മരുന്ന് കഴിച്ച് മുറിയിൽ വിശ്രമിക്കാൻ കിടന്നു. വീട് നിശബ്ദമായപ്പോൾ അർജുൻ തൻ്റെ പഴയ ലാപ്ടോപ്പ് എടുത്തു. അത് അച്ഛൻ്റെ കാലത്ത് വാങ്ങിയതായിരുന്നു. കുറച്ച് സമയമെടുത്താണ് അത് ഓണാകുക. അവൻ പെൻഡ്രൈവ് അതിൽ ഘടിപ്പിച്ചു. സ്ക്രീനിൽ ഒരു ഫോൾഡർ മാത്രം തെളിഞ്ഞു. അവൻ തുറന്നു നോക്കി. അതിനുള്ളിൽ നിരവധി PDF ഫയലുകളും എക്സൽ ഷീറ്റുകളും ചില വീഡിയോ റെക്കോർഡിങ്ങുകളും ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫയൽ തുറന്നപ്പോൾ അർജുനൊന്നും മനസ്സിലായില്ല. അത് സാധാരണ സ്റ്റോക്ക് റിപ്പോർട്ട് പോലെ തോന്നി. പക്ഷെ രണ്ടാമത്തെ ഫയൽ തുറന്നപ്പോൾ അവൻ്റെ മുഖം മാറി. ഒരു ആഭരണത്തിൻ്റെ പേര്, അതിനടുത്ത് അതിൻ്റെ യഥാർത്ഥ വില, അതിന് താഴെ മറ്റൊരു വില. രണ്ട് വിലകൾ തമ്മിൽ വലിയ വ്യത്യാസം. ഇങ്ങനെ നൂറുകണക്കിന് എൻട്രികൾ. ഇതെന്താണ്? അവൻ ഓരോ ഫയലും തുറന്നു നോക്കി. ഓരോ ഫയലിലും ഒരേ രീതിയിലുള്ള കണക്കുകൾ. ഒരിടത്ത് വാങ്ങിയ വില, മറ്റൊരിടത്ത് ഇൻഷുറൻസിന് കാണിച്ച വില. വ്യത്യാസം കോടിക്കണക്കിന് രൂപ. അർജുന് അക്കൗണ്ടിങ് അധികം അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഈ കണക്കുകൾ ശരിയല്ല. അവൻ അടുത്ത ഫോൾഡർ തുറന്നു. അതിൽ CCTV ദൃശ്യങ്ങളുടെ ചെറിയ ക്ലിപ്പുകൾ. രാത്രിയിൽ സ്റ്റോർ റൂമിലേക്ക് വരുന്ന അതേ വെള്ള വാൻ, പെട്ടികൾ ഇറക്കുന്നത്, വിക്രം, രഞ്ജിത്ത്, അജ്ഞാതരായ ചില ആളുകൾ. വീഡിയോയുടെ തീയതി കണ്ടപ്പോൾ അർജുൻ ഞെട്ടി. അത് ഇന്നലെയോ കഴിഞ്ഞ ദിവസമോ അല്ല, 6 മാസം മുമ്പുള്ള ദൃശ്യങ്ങൾ. അതിനർത്ഥം ഈ പ്രവർത്തനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വളരെ കാലമായി തുടരുകയാണ്. അവസാനത്തെ ഫോൾഡറിന് പാസ്വേഡ് ഉണ്ടായിരുന്നു. അത് തുറക്കാൻ കഴിഞ്ഞില്ല. അർജുൻ പലതവണ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. അവൻ ലാപ്ടോപ്പ് അടയ്ക്കാൻ പോകുമ്പോഴാണ് മറ്റൊരു ഫയൽ ശ്രദ്ധയിൽപ്പെട്ടത്. അത് തുറന്നപ്പോൾ വെറും ഒരു പേജ്. അതിലൊരു തീയതി, 3 ദിവസത്തിന് ശേഷം. അതിന് താഴെ ഒരു വരി മാത്രം. രാത്രി 2:15, പവർ ഓഫ് 7 മിനിറ്റ്. അതിനടിയിൽ റൂട്ട് S17. അർജുൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പടർന്നു. ഇതെന്തിൻ്റെ പദ്ധതിയാണ്? വൈകുന്നേരം ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവൻ മുരളിയെ കാണാൻ തീരുമാനിച്ചു. മുരളി മാളിൻ്റെ പിൻവശത്തുള്ള ജനറേറ്റർ റൂമിൽ ജോലി ചെയ്യുകയായിരുന്നു. അർജുൻ പെൻഡ്രൈവിനെ കുറിച്ചെല്ലാം പറഞ്ഞു. മുരളി നിശബ്ദമായി കേട്ടു. പിന്നീട് ഒരു ദീർഘനിശ്വാസം എടുത്തു. ഞാൻ പേടിച്ചത് തന്നെയാണ്. ചേട്ടൻ ഇതൊക്കെ അറിയാമായിരുന്നോ? സംശയമുണ്ടായിരുന്നു, പക്ഷെ തെളിവില്ലായിരുന്നു. ഇനി എന്തു ചെയ്യണം? മുരളി കുറച്ചു നേരം ആലോചിച്ചു. ഈ കാര്യം ഇപ്പോൾ പോലീസിനോട് പറഞ്ഞാൽ അവർ ആദ്യം വിശ്വസിക്കണമെന്നില്ല. പിന്നെ കൂടുതൽ വ്യക്തമായ തെളിവ് വേണം. അന്ന് രാത്രി മാളിലെത്തിയപ്പോൾ അന്തരീക്ഷം സാധാരണ പോലെ തോന്നിയില്ല. വിക്രം ഓരോ ജീവനക്കാരെയും പ്രത്യേകം നിരീക്ഷിക്കുകയായിരുന്നു. രഞ്ജിത്ത് സുരക്ഷാ ജീവനക്കാരുമായി എന്തൊക്കെയോ ചർച്ച ചെയ്യുകയായിരുന്നു. അർജുൻ സാധാരണ പോലെ ജോലിയിൽ മുഴുകി. പക്ഷെ അവൻ്റെ മനസ്സ് മുഴുവൻ ആ രാത്രി 2:15, പവർ ഓഫ് 7 മിനിറ്റ് എന്ന വരിയിലായിരുന്നു. രാത്രി 2 മണിയാകാൻ 10 മിനിറ്റ് ബാക്കി. അപ്പോഴാണ് അർജുൻ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചത്. മാളിലെ ചില സുരക്ഷാ ജീവനക്കാർ അവരുടെ പതിവ് സ്ഥാനങ്ങളിലില്ല. ചില ക്യാമറകളിലെ ചുവന്ന ലൈറ്റ് കത്തുന്നില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നു. സമയം 2:14. അർജുൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി. അടുത്ത നിമിഷം മുഴുവൻ മാളിലെയും പ്രധാന ലൈറ്റുകൾ ഒരുമിച്ചണഞ്ഞു. എമർജൻസി ലൈറ്റുകൾ മാത്രം തെളിഞ്ഞു. മാളിനകത്ത് ഇരുട്ട് പടർന്നു. അർജുൻ ഉടൻ മനസ്സിലാക്കി, പെൻഡ്രൈവിൽ എഴുതിയിരുന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലാകുകയാണ്. അവൻ ഒരു നിമിഷം പോലും വൈകാതെ 4ാം നിലയിലേക്ക് ഓടി. ആ 7 മിനിറ്റിനുള്ളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ. കാരണം ആ 7 മിനിറ്റാണ് ഇനി പലരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. 7 മിനിറ്റിൻ്റെ ഇരുട്ട്. മുഴുവൻ മാളും ഇരുട്ടിലായി. എമർജൻസി ലൈറ്റുകളുടെ മങ്ങിയ വെളിച്ചം മാത്രമാണ് ഇടനാഴികളിൽ തെളിഞ്ഞിരുന്നത്. സാധാരണ ഈ സമയത്ത് ജനറേറ്റർ പ്രവർത്തിച്ച് പ്രധാന ലൈറ്റുകൾ തിരിച്ചു വരേണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിച്ചില്ല. അർജുൻ വേഗത്തിൽ 4ാം നിലയിലേക്ക് ഓടി. ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമായതിനാൽ പടിക്കെട്ടിലൂടെയായിരുന്നു ഓട്ടം. 3ാം നില പിന്നിട്ടപ്പോൾ താഴെ നിന്ന് ആളുകൾ ഓടുന്ന ശബ്ദം കേട്ടു. ചില സുരക്ഷാ ജീവനക്കാർ ടോർച്ചുമായി മറുഭാഗത്തേക്ക് ഓടുകയാണ്. ആർക്കും അർജുനെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. 4ാം നിലയിലെത്തിയപ്പോൾ ഡയമണ്ട് ഷോറൂമിൻ്റെ പ്രധാന വാതിൽ അടഞ്ഞു തന്നെയായിരുന്നു. പുറത്തു നിന്നിരുന്ന 2 സുരക്ഷാ ജീവനക്കാരും ആശയക്കുഴപ്പത്തിലായിരുന്നു. പവർ എന്തുകൊണ്ടാണ് വരാത്തത്? കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അവർ പരസ്പരം സംസാരിക്കുന്നത് അർജുൻ കേട്ട്. അവൻ നേരെ പ്രധാന വാതിലിലേക്ക് പോയില്ല. മുൻപ് കണ്ടെത്തിയ ഈ രഹസ്യ ഇടനാഴിയിലേക്കാണ് തിരിഞ്ഞത്. ഇടനാഴിയിലെത്തി നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് നിന്ന് ചെറിയ വെളിച്ചം പുറത്തേക്ക് വരുന്നു. അർജുൻ പതുക്കെ അകത്തേക്ക് കയറി. കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ ചില ശബ്ദങ്ങൾ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. വേഗം, സമയം കളയരുത്.
ഇനി 5 മിനിറ്റ് മാത്രം. എല്ലാ പെട്ടികളും തയ്യാറാണോ? അർജുൻ ഒരു വലിയ തൂണിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. അവിടെ 5 പേർ ഉണ്ടായിരുന്നു. അവരിൽ 2 പേരെ അവൻ ഉടൻ തിരിച്ചറിഞ്ഞു. വിക്രം, രഞ്ജിത്ത്. ബാക്കിയുള്ളവർ മുഖം മറച്ചിരുന്നു. അവരുടെ മുന്നിൽ ഡയമണ്ട് ഷോറൂമിന്റെ പിൻഭാഗത്തെ വലിയ സ്റ്റീൽ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അത് പുറത്തുനിന്നും കാണാൻ കഴിയാത്ത രഹസ്യ പ്രവേശനമായിരുന്നു. അവിടെയുണ്ടായിരുന്ന വലിയ പെട്ടികളിലേക്ക് ആഭരണങ്ങൾ മാറ്റുകയായിരുന്നു അവർ. അർജുന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇവർ ശരിക്കും മോഷണം നടത്തുകയാണ്. പക്ഷെ അടുത്ത നിമിഷം മറ്റൊരു കാര്യം അവൻ ശ്രദ്ധിച്ചു. മാറ്റുന്നത് യഥാർത്ഥ ആഭരണങ്ങളാണോ എന്ന് ഉറപ്പില്ല. കാരണം അതേ രൂപത്തിലുള്ള മറ്റു പെട്ടികളും അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, ഒറിജിനൽ എല്ലാം മാറ്റിയോ? വിക്രം ഉടൻ മറുപടി പറഞ്ഞു, അതെ, ഇനി ഡ്യൂപ്ലിക്കേറ്റുകൾ ഷോറൂമിൽ വെച്ചാൽ മതി. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ മനസ്സിൽ എല്ലാം തെളിഞ്ഞു. ഇത് സാധാരണ മോഷണമല്ല, യഥാർത്ഥ ആഭരണങ്ങൾ രഹസ്യമായി മാറ്റുന്നു. പിന്നീട് ഡ്യൂപ്ലിക്കേറ്റുകൾ വെച്ച് മോഷണം നടന്നതായി കാണിക്കും. അതിനുശേഷം ഇൻഷുറൻസ് തുക കൈപ്പറ്റും. ഇതെല്ലാം വളരെ മുമ്പേ തയ്യാറാക്കിയ പദ്ധതിയാണ്. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടത്. അർജുൻ തിരിഞ്ഞു നോക്കി. ഒരു പുതിയ ക്ലീനർ അബദ്ധത്തിൽ ആ ഇടനാഴിയിലേക്ക് വന്നിരിക്കുകയാണ്. അവനൊന്നും അറിയില്ല. ചേട്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൻ ഉറക്കെ ചോദിച്ചു. ആ ശബ്ദം കേട്ടതോടെ അകത്തുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. രഞ്ജിത്ത് ടോർച്ച് അങ്ങോട്ട് തിരിച്ചു. ആരാ അവിടെ? അർജുൻ ഉടനെ ആ പുതിയ ജീവനക്കാരനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. ശബ്ദമുണ്ടാക്കരുത്. പക്ഷെ വൈകിപ്പോയിരുന്നു. രഞ്ജിത്തും മറ്റുള്ളവരും ഇതിനകം അവരുടെ ഭാഗത്തേക്ക് ഓടിത്തുടങ്ങി. അർജുൻ ആ ജീവനക്കാരനെയും കൂട്ടി ഓടി. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ 2 പേരും കഴിയുന്നത്ര വേഗത്തിൽ മുന്നോട്ട് പോയി. പിന്നിൽ നിന്നും കാലടികളുടെ ശബ്ദം അടുത്തു വന്നു. അവരെ പിടിക്കൂ! വിക്രത്തിന്റെ ശബ്ദം മുഴങ്ങി. മുന്നിൽ 2 വഴി. ഒന്ന് പുറത്തേക്കുള്ളത്, മറ്റൊന്ന് താഴേക്കുള്ള സർവീസ് പടിക്കെട്ടിലേക്ക്. അർജുൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. താഴേക്കുള്ള പടിക്കെട്ടിലൂടെ ഓടി. പിന്നിൽ പിന്തുടരുന്നവർക്ക് അവരുടെ വഴി മനസ്സിലാകാതിരിക്കാൻ ഓരോ നിലയിലും ലൈറ്റ് ഓഫ് ചെയ്യുന്ന ചെറിയ സ്വിച്ചുകൾ അമർത്തിക്കൊണ്ടാണ് അവൻ താഴേക്കിറങ്ങിയത്. 2ാം നിലയിലെത്തിയപ്പോൾ പിന്തുടരുന്ന ശബ്ദം കുറഞ്ഞു. അവർ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞതുപോലെ തോന്നി. അർജുനൊടുവിൽ ആ സ്റ്റോർ റൂമിൽ കയറി വാതിലടച്ചു. അവന്റെ കൂടെയുണ്ടായിരുന്ന പുതിയ ജീവനക്കാരൻ കിതച്ചുകൊണ്ട് ചോദിച്ചു, ചേട്ടാ, അവർ ആരാണ്? അർജുൻ മറുപടി പറഞ്ഞില്ല. അവൻ വാച്ചിലേക്ക് നോക്കി. 7 മിനിറ്റ് കഴിഞ്ഞിരുന്നു. അതേ നിമിഷം മുഴുവൻ മാളിലെയും പ്രധാന ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു. എല്ലാം പഴയതുപോലെ, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. പക്ഷെ അർജുൻ അറിഞ്ഞിരുന്നു, ആ 7 മിനിറ്റിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ യഥാർത്ഥ ആഭരണങ്ങൾ മാളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി ഒരു ചോദ്യം മാത്രം ബാക്കി. ഇതെല്ലാം മാളിന്റെ ഉടമ രാജശേഖർ അറിയാതെയാണോ നടക്കുന്നത്? അതോ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ അദ്ദേഹം കൂടിയുണ്ടോ? രാത്രി 2:30 കഴിഞ്ഞപ്പോൾ മാളിലെ പ്രവർത്തനങ്ങൾ വീണ്ടും പതിവ് പോലെ ആരംഭിച്ചു. പ്രധാന ലൈറ്റുകൾ തെളിഞ്ഞു. സുരക്ഷാ ജീവനക്കാർ ഓരോ നിലയും പരിശോധിച്ചു. ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ എല്ലാവരും പെരുമാറി. പക്ഷെ അർജുന്റെ മനസ്സിൽ ആ 7 മിനിറ്റിൽ കണ്ട കാഴ്ചകൾ വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരുന്നു. യഥാർത്ഥ ആഭരണങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ, രഹസ്യ ഇടനാഴി, വിക്രമും രഞ്ജിത്തും. ഇനി മിണ്ടാതിരുന്നാൽ വലിയൊരു കുറ്റകൃത്യത്തിന് താനും സാക്ഷിയാകുമെന്ന തോന്നൽ അവനെ അലട്ടാൻ തുടങ്ങി. ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മുരളി മാളിന്റെ പിൻവശത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു. ഇന്നലെ രാത്രി എന്തെങ്കിലും നടന്നോ? അർജുൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് കണ്ടതെല്ലാം വിശദമായി പറഞ്ഞു. എല്ലാം കേട്ട ശേഷം, ഞാൻ പേടിച്ചതാണ് നടന്നത്. ഇനി എന്ത് ചെയ്യണം ചേട്ടാ? തെളിവ് ശേഖരിക്കണം. ഞാനെല്ലാം കണ്ടതാണല്ലോ ചേട്ടാ. നീ കണ്ടത് നീ പറയും. പക്ഷെ അവർ നിഷേധിക്കും. കോടതിയിൽ നിലനിൽക്കുന്നത് രേഖകളും ദൃശ്യങ്ങളും കണക്കുകളുമാണ്. അർജുൻ തലകുനിച്ചു. അത് ശരിയായിരുന്നു. അന്ന് വൈകുന്നേരം മാളിലെത്തിയപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പ്രത്യേക സന്തോഷം കാണാമായിരുന്നു. ഡയമണ്ട് എക്സിബിഷൻ വൻ വിജയമായെന്ന വാർത്തയായിരുന്നു. വാർത്താ ചാനലുകൾ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സന്ദർശകരുടെ തിരക്ക് പതിവിലേറെ. രാജശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ്റെ മനസ്സ് പിടഞ്ഞു. അദ്ദേഹത്തിന് സത്യം അറിയില്ല. അങ്ങനെ തന്നെയാണ് അവന് തോന്നിയത്. കാരണം രാജശേഖറിൻ്റെ മുഖത്ത് അഭിനയത്തിൻ്റെ ഒരു കണിക പോലും കണ്ടില്ല. ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി മാളിലെ എല്ലാ വിഭാഗം മേധാവികളുടെയും യോഗം വിളിച്ചു. ക്ലീനിംഗ് ജീവനക്കാർക്കും സുരക്ഷാ ജീവനക്കാർക്കും പ്രത്യേക നിർദ്ദേശം നൽകി. അടുത്ത 3 ദിവസവും മാധ്യമങ്ങൾ വരും. ആരും അനാവശ്യമായി ഒന്നും സംസാരിക്കരുത്. മാളിലെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല. വിക്രം ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെ പറഞ്ഞു. പിന്നീട് എല്ലാവരെയും നോക്കി ഒരു നിമിഷം നിർത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് എന്നെ വന്ന് കാണാം. അയാളുടെ നോട്ടം ഏതാനും നിമിഷങ്ങൾ അർജുൻ്റെ മുഖത്ത് തങ്ങി. അർജുൻ അത് വ്യക്തമായി ശ്രദ്ധിച്ചു. രാത്രി ജോലി ആരംഭിച്ച ശേഷം അർജുൻ ഒരു തീരുമാനമെടുത്തു. ഇനി തെളിവ് വേണം. രഹസ്യ ഇടനാഴിയിലേക്ക് വീണ്ടും പോകില്ല. അതിനു പകരം മറ്റൊരു വഴി കണ്ടെത്തണം. അവൻ മാളിൻ്റെ മാപ്പ് ഓർത്തെടുത്തു. സ്റ്റോർ റൂമിന് മുകളിലായി പഴയ എയർ ഡക്റ്റ് ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാത്തത്. അതുവഴി നോക്കിയാൽ
ആ ഹാളിൻ്റെ ഒരു ഭാഗം കാണാൻ സാധ്യതയുണ്ട്. രാത്രി 1 മണിയോടെ അവൻ സർവീസ് ഏരിയയിലൂടെ ആ പഴയ ഭാഗത്തെത്തി. പൊടി പിടിച്ച ഇരുമ്പ് ഗോവണി കയറി മുകളിലെത്തി. വളരെ സൂക്ഷിച്ച് എയർ ഡക്റ്റിൻ്റെ കവർ മാറ്റി താഴേക്ക് നോക്കി. ഭാഗ്യം, അവിടെ നിന്നാൽ രഹസ്യ ഹാളിൻ്റെ ഒരു ഭാഗം വ്യക്തമായി കാണാം. അവൻ മൊബൈൽ ക്യാമറ റെക്കോർഡിംഗ് ഓണാക്കി. ഇന്ന് എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കണം, അവൻ മനസ്സിൽ പറഞ്ഞു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹാളിൻ്റെ വാതിൽ തുറന്നു. വിക്രം അകത്തേക്ക് വന്നു. അവൻ്റെ പിന്നാലെ രഞ്ജിത്തും. അല്പസമയത്തിന് ശേഷം മൂന്നാമത്തെ ഒരാൾ അകത്തേക്ക് കയറി. അയാളെ കണ്ട നിമിഷം അർജുൻ്റെ ശ്വാസം നിലച്ചു. അത് രാജശേഖറുടെ സ്വകാര്യ സെക്രട്ടറി മനോജായിരുന്നു. മാളിലെ ഏറ്റവും വിശ്വസ്തരിലൊരാൾ. മൂവരും ഒരു വലിയ മേശയ്ക്ക് ചുറ്റുമിരുന്നു. മനോജ് ഒരു ഫയൽ തുറന്ന് ചില രേഖകൾ കാണിച്ചു. വിക്രം ചിരിച്ചു. രഞ്ജിത്ത് തലകുലുക്കി. അർജുൻ മൊബൈൽ ക്യാമറ സൂം ചെയ്ത് അവയൊക്കെ റെക്കോർഡ് ചെയ്തു. പക്ഷേ ദൂരം കൂടുതലായതിനാൽ ശബ്ദം വ്യക്തമായില്ല. അതേസമയം അവൻ്റെ അടുത്ത് നിന്ന ഒരു ചെറിയ സ്ക്രൂ വഴുതി താഴേക്ക് വീണു. ടിക്. ആ ശബ്ദം നേരെ താഴെയുള്ള മേശപ്പുറത്തേക്കാണ് പതിച്ചത്. മൂവരും ഒരേ സമയം മുകളിലേക്ക് നോക്കി. വിക്രത്തിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മുകളിൽ ആരോ ഉണ്ട്. രഞ്ജിത്ത് ടോർച്ചെടുത്ത് നേരെ എയർ ഡക്റ്റിലേക്ക് ഓടി. അർജുൻ ഒരു നിമിഷം പോലും വൈകാതെ പിന്നിലേക്ക് ഇഴഞ്ഞു. പക്ഷെ ഇത്തവണ അവർക്ക് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലായി കഴിഞ്ഞിരുന്നു. എയർ ഡക്റ്റിൽ നിന്നുണ്ടായ ചെറിയ ശബ്ദം മുഴുവൻ മുറിയിലും പ്രതിധ്വനിച്ചു. വിക്രം കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. മുകളിൽ ആരാണ്? രഞ്ജിത്ത് ഉടൻ ടോർച്ചെടുത്ത് ഗോവണിയിലേക്ക് ഓടി. അർജുൻ കഴിയുന്നത്ര വേഗത്തിൽ പിന്നിലേക്കിഴഞ്ഞു. പൊടി നിറഞ്ഞ ഇടുങ്ങിയ ഡെക്കിലൂടെ നീങ്ങുക അത്ര എളുപ്പമായിരുന്നില്ല. കൈകാലുകൾ പലതവണ ഇരുമ്പിലുരഞ്ഞു. പക്ഷേ ഇപ്പോൾ രക്ഷപ്പെടുക മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഡെക്കിൻ്റെ അടുത്തെത്തി താഴേക്കിറങ്ങിയ അവൻ സർവീസ് ഇടനാഴിയിലൂടെ ഓടി. കുറച്ച് നിമിഷങ്ങൾക്കകം പിന്നിൽ നിന്നും ആളുകൾ ഓടുന്ന ശബ്ദവും കേട്ടു. അവർ പലതായി പിരിഞ്ഞ് ഓരോ ഭാഗവും പരിശോധിക്കുകയായിരുന്നു. അർജുൻ ഒരു പഴയ ഇലക്ട്രിക്കൽ റൂമിൻ്റെ വാതിൽ തുറന്നകത്ത് കയറി. ലൈറ്റുകൾ ഓഫ് ചെയ്ത് അനങ്ങാതെ നിന്നു. പുറത്ത് കാലടികളുടെ ശബ്ദം അടുത്തെത്തി. ഇവിടെ എവിടെയോ ഉണ്ടാകും. എല്ലാ റൂമും പരിശോധിക്കൂ. വാതിലിൻ്റെ മുന്നിൽ ആരോ വന്നു നിന്നു. അർജുൻ്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. എന്നാൽ അതേ സമയത്ത് മറുവശത്ത് നിന്ന് മറ്റൊരാൾ വിളിച്ചു, രഞ്ജിത്ത് സാർ, ഇവിടേക്കൊന്ന് വരൂ. വാതിലിന് മുമ്പിലുണ്ടായിരുന്ന ആളും അവിടേക്ക് ഓടിപ്പോയി. അർജുന് അല്പം ആശ്വാസമായി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴേക്കും മഴ വീണ്ടും ശാന്തമായിരുന്നു. പക്ഷെ ഒരു കാര്യം അവൻ ഉറപ്പായിരുന്നു, ഇനി അവർ ആരെയോ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടി വരും. വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. മൊബൈലിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ അവൻ വീണ്ടും വീണ്ടും നോക്കി. ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. വിക്രമും രഞ്ജിത്തും മനോജും ഒരുമിച്ചിരിക്കുന്നതും കാണാം. പക്ഷേ സംഭാഷണം കേൾക്കാൻ കഴിയുന്നില്ല. അതുമാത്രം മതിയാകില്ല, കൂടുതൽ തെളിവുകൾ വേണം. വൈകുന്നേരം ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ അർജുൻ വഴിയരികിലെ ചായക്കടയിൽ ചായ കുടിക്കാൻ നിന്നു. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു. അർജുൻ എത്തിയതോടെ അവർ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും പത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അർജുൻ ചായ കുടിച്ച് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ ശാന്തമായി പറഞ്ഞു, മാളിൽ രാത്രി ജോലി ചെയ്യുന്ന ആളല്ലേ? അർജുൻ ഒന്ന് ഞെട്ടി. അതെ, നിങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം. അർജുൻ സംശയത്തോടെ അവരെ നോക്കി. എന്തിനാണ്? അവർ ബാഗിൽ നിന്നും ഒരു പഴയ ID കാർഡ് പുറത്തെടുത്തു. അതിലെഴുതിയിരുന്നു, നന്ദിത നായർ, സീനിയർ ഓഡിറ്റ് ഓഫീസർ. അർജുൻ ID നോക്കി. നിങ്ങളിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ? ഇല്ല, 2 വർഷം മുമ്പ് രാജിവെച്ചു. അവർ ചെറുതായി പുഞ്ചിരിച്ചു. സത്യത്തിൽ രാജിവെക്കേണ്ടി വന്നു. അർജുൻ ആകാംക്ഷയോടെ ഇരുന്നു. നന്ദിത പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ മാളിൽ ചില കണക്കുകൾ ശരിയല്ലെന്ന് ഞാൻ കണ്ടെത്തിയിരുന്നു. ഞാനത് മാനേജ്മെൻറ്റിനെ അറിയിച്ചു. അതിനുശേഷം എന്തായി? എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി. അവസാനം ജോലി നഷ്ടമായി. അർജുൻ ശ്രദ്ധയോടെ കേട്ട്. നിങ്ങൾ പറയുന്നത്? ആ മാളിൽ വർഷങ്ങളായി പല തെറ്റുകളും നടക്കുന്നു. പക്ഷേ തെളിവ് കിട്ടിയിട്ടില്ല. അർജുൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ തൻ്റെ മൊബൈൽ എടുത്തു. ഇന്നലെ രാത്രി എടുത്ത വീഡിയോ നന്ദിതയെ കാണിച്ചു. വീഡിയോ കണ്ടപ്പോൾ അവരുടെ മുഖം ഗൗരവമായി. ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. പക്ഷേ മാളിൻ്റെ ബേസ്മെൻറ്റിൽ സാധാരണ ജീവനക്കാർക്ക് പ്രവേശനമില്ല. പക്ഷേ നിന്റെ ID ഉപയോഗിച്ച് അവിടെ എത്താൻ ഒരു വഴി എനിക്കറിയാം. ചായക്കടയിൽ കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം നന്ദിത പതുക്കെ സംസാരിച്ചു. അർജുൻ, നീ കണ്ടതെല്ലാം യാദൃച്ഛികമല്ല. ഈ മാളിൽ വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടക്കുന്നത്. അർജുൻ ഞെട്ടലോടെ അവളെ നോക്കി. എനിക്ക് സംശയം തോന്നിയിരുന്നു, പക്ഷേ ഇത്ര വലിയ കാര്യമാണെന്ന് കരുതിയില്ല. നന്ദിത ബാഗിൽ നിന്നും ഒരു ചെറിയ പെൻഡ്രൈവും കൈകൊണ്ട് വരച്ച ഒരു മാപ്പും പുറത്തെടുത്തു. ഈ മാളിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു സെർവർ റൂമുണ്ട്. അവിടെയാണ് യഥാർത്ഥ കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആ രേഖകൾ കിട്ടിയാൽ ഈ തട്ടിപ്പ് നമുക്ക് തെളിയിക്കാം. അർജുൻ ഒരു നിമിഷം ആലോചിച്ചു. പിടിക്കപ്പെട്ടാൽ? നന്ദിത ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, നിന്നെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷെ സത്യം പുറത്തു വരണമെങ്കിൽ ആരെങ്കിലും ഒരു റിസ്ക് എടുക്കണം. അർജുൻ പെൻഡ്രൈവ് കയ്യിലെടുത്തു. ഞാൻ തയ്യാറാണ്. ആ നിമിഷം മുതൽ
ഒരു സാധാരണ ക്ലീനറുടെ ജീവിതം മാറാൻ പോവുകയായിരുന്നു. അന്ന് രാത്രി 1:30 മണി. ബേസ്മെന്റിൽ നിശബ്ദത. ക്ലീനിങ് ട്രോളിയുമായി അർജുൻ സർവർ റൂമിലെത്തി. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വാതിൽ തുറന്നകത്ത് കയറി. നന്ദിത പറഞ്ഞിരുന്ന SR-17 എന്ന സർവർ കണ്ടെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. അവൻ പെൻ ഡ്രൈവ് ഘടിപ്പിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞു. ഫയൽ കോപ്പി ചെയ്യുന്നു. അതേസമയം പുറത്ത് കാലടികളുടെ ശബ്ദം കേട്ട് അർജുൻ ഉടൻ സർവറിന്റെ പിന്നിലേക്ക് വിളിച്ചു. അകത്തേക്ക് വന്നത് മനോജായിരുന്നു. അദ്ദേഹം മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു. സർ, നാളേക്ക് മുമ്പ് പഴയ രേഖകൾ എല്ലാം ഡിലീറ്റ് ചെയ്യും. ആ വാക്കുകൾ കേട്ട അർജുൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഇന്ന് ഈ രേഖകൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും സത്യം തെളിയിക്കാൻ കഴിയില്ല. മനോജ് സർവറിനടുത്തേക്ക് നടന്നു. അർജുൻ ശ്വാസം പോലും അടക്കി പിടിച്ചു. അപ്പോഴാണ് മനോജിന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തത്. അയാൾ അസ്വസ്ഥനായി പുറത്തേക്ക് നടന്നു. അടുത്ത നിമിഷം കോപ്പി കംപ്ലീറ്റ്. അർജുൻ പെൻ ഡ്രൈവ് പോക്കറ്റിലിട്ട് നിശബ്ദമായി പുറത്തേക്കിറങ്ങി. അവൻ അറിയില്ലായിരുന്നു ആ ചെറിയ പെൻ ഡ്രൈവിൽ ഒരു മാളിന്റെ മാത്രമല്ല, വർഷങ്ങളായി മറച്ചുവെച്ചിരിക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ സത്യമാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. പിറ്റേന്ന് രാവിലെ ജോലി കഴിഞ്ഞ ഉടൻ അർജുൻ മുരളിയെയും കൂട്ടി നന്ദിതയെ കാണാൻ പോയി. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി ഒരു ചെറിയ ഓഫീസിലായിരുന്നു അവൾ കാത്തിരുന്നത്. അർജുൻ ഒന്നും പറയാതെ പെൻഡ്രൈവ് അവളുടെ കയ്യിൽ നൽകി. നന്ദിത ഉടൻ അത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. ഒന്നൊന്നായി ഫയലുകൾ തുറക്കാൻ തുടങ്ങി. ആദ്യ ഫയലിൽ വ്യാജ ബില്ലുകൾ, രണ്ടാമത്തേതിൽ ഇരട്ട അക്കൗണ്ടുകൾ, മൂന്നാമത്തേതിൽ ഇൻഷുറൻസ് ക്ലെയിമുകളുടെ വിവരങ്ങൾ. ഓരോ രേഖയും പരിശോധിക്കുമ്പോൾ നന്ദിതയുടെ മുഖം ഗൗരവമായി. അർജുൻ, ഇത് നമ്മൾ കരുതിയതിലും വലിയ തട്ടിപ്പാണ്. അവൾ മറ്റൊരു ഫോൾഡർ തുറന്നു. അതിൽ പല നഗരങ്ങളിലെ ശാഖകളുടെ സാമ്പത്തിക രേഖകൾ ഉണ്ടായിരുന്നു. ഇത് ഒരു മാളിന്റെ പ്രശ്നമല്ല, ഗ്രൂപ്പിലുടനീളം നടക്കുന്ന തട്ടിപ്പാണ്. അർജുൻ ഞെട്ടലോടെ സ്ക്രീനിലേക്ക് നോക്കി. അപ്പോഴാണ് ഒരു ഫോൾഡർ ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. നന്ദിത അത് തുറന്നു. അതിനുള്ളിൽ രഹസ്യ കരാറുകൾ, ബാങ്ക് ഇടപാടുകൾ, പലതരം രേഖകൾ. എല്ലാ ഫയലുകളുടെയും അവസാനം ഒരേ ഒപ്പ്. അത് രാജശേഖറിൻ്റെതായിരുന്നില്ല. നന്ദിത പേര് പതുക്കെ വായിച്ചു. അനിൽ വർമ്മ. അർജുൻ നെറ്റി ചുളിച്ചു. ഇയാൾ ആരാണ്? മാളിന്റെ ചീഫ് ഫിനാൻഷ്യൽ കൺട്രോളർ. പുറത്തധികം ആരും അറിയാത്ത ആളാണ്. പക്ഷെ എല്ലാ പണത്തിൻ്റെയും അവസാന നിയന്ത്രണം ഇയാളുടെ കയ്യിലാണ്. നന്ദിത മറ്റൊരു രേഖ തുറന്നു. അതിലൊരു ഗോഡൌണിന്റെ വിലാസം. കഴിഞ്ഞ 3 വർഷത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ ആ വിലാസത്തിലേക്ക് മാറ്റിയിരുന്നതായി രേഖകളിൽ വ്യക്തമായിരുന്നു. അർജുൻ ചോദിച്ചു, അപ്പോൾ യഥാർത്ഥ ആഭരണങ്ങൾ ഇപ്പോഴും എവിടെയാണ്? ആ ഗോഡൌണിൽ നിന്നും ഒരു തെളിവ് കിട്ടിയാൽ ഈ തട്ടിപ്പ് അവസാനിക്കും. അപ്പോൾ തന്നെ ഓഫീസിന്റെ വാതിൽ തുറന്ന് മുരളി അകത്തേക്ക് കയറി. ഇരുവരെയും നോക്കി അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ആ ഗോഡൌൺ എനിക്കറിയാം. വർഷങ്ങളായി എല്ലാ മാസവും രാത്രി അവിടേക്ക് പ്രത്യേക ട്രക്കുകൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അകത്തെന്താണെന്ന് ഒരിക്കലും അറിയില്ല. അർജുൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. അവിടെ എത്താൻ പറ്റുമോ? മുരളി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, റിസ്ക് ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി തന്നെ നമുക്ക് പോകാം. മൂവരും പരസ്പരം നോക്കി. ഇനി തിരികെ പോകാൻ വഴിയില്ലായിരുന്നു. സത്യം ഏതാനും മണിക്കൂറുകൾ മാത്രം അകലെയായിരുന്നു. അന്നത്തെ രാത്രി നഗരത്തിന്റെ അതിർത്തി കഴിഞ്ഞ് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്കാണ് അർജുനും മുരളിയും യാത്ര തിരിച്ചത്. മഴ പെയ്യാനൊരുങ്ങുന്ന ആകാശം, ചുറ്റും കനത്ത ഇരുട്ട്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ പഴക്കം തോന്നിക്കുന്ന ഒരു വലിയ ഗോഡൌൺ. പുറത്തൊരു ബോർഡ് മാത്രം, VS ലോജിസ്റ്റിക്സ്. സാധാരണ ചരക്ക് സൂക്ഷിക്കുന്ന സ്ഥലം പോലെ തോന്നുമെങ്കിലും അകത്ത് നിരവധി ട്രക്കുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുരളി പതുക്കെ പറഞ്ഞു, ഇതാണത്. ഇരുവരും പിൻവശത്തെ ചെറിയ സർവീസ് ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു. അകത്ത് കണ്ട കാഴ്ച അർജുനെ ഞെട്ടിച്ചു. നിരനിരയായി വലിയ മരപ്പെട്ടികൾ. ഓരോ പെട്ടിയിലും മാളിലെ ആഭരണ വിഭാഗത്തിന്റെ അതേ രഹസ്യ കോഡ്. ഒരു പെട്ടി തുറന്നു കിടക്കുകയായിരുന്നു. അതിനുള്ളിൽ നിരത്തി വെച്ചിരിക്കുന്ന സ്വർണവും വജ്രാഭരണങ്ങളും വെളിച്ചത്തിൽ തിളങ്ങി. ഇവയെല്ലാം ഇൻഷുറൻസിൽ കാണാതായതായി രേഖപ്പെടുത്തിയ ആഭരണങ്ങളാണ്. മുരളി പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്നും സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ഇരുവരും ശബ്ദമുണ്ടാക്കാതെ വാതിലിനരികിലേക്ക് നീങ്ങി. അകത്ത് അനിൽ വർമ്മയും വിക്രമും ഉണ്ടായിരുന്നു. അനിൽ വർമ്മ മേശപ്പുറത്തിരുന്നൊരു രജിസ്റ്റർ തുറന്ന് പറഞ്ഞു, നാളെ രാത്രി അവസാന ഷിപ്മെന്റ് പോകും. അതിനുശേഷം ഈ ഗോഡൌൺ ഒഴിയും. വിക്രം ചോദിച്ചു, ഈ രജിസ്റ്റർ എന്ത് ചെയ്യണം? അനിൽ വർമ്മ ചെറുചിരിയോടെ പറഞ്ഞു, ചരക്ക് പോയ ഉടനെ ഇത് കത്തിച്ചു കളയണം. ആ വാക്കുകൾ കേട്ട് അർജുന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. ആ രജിസ്റ്ററിലാണ് ഈ തട്ടിപ്പിന്റെ മുഴുവൻ കണക്കുകളും ഉള്ളത്. അനിൽ വർമ്മയും വിക്രമും പുറത്തേക്ക് പോയതും മുരളി പതുക്കെ പറഞ്ഞു, ഇതാണ് നമ്മുടെ അവസരം. അർജുൻ ശബ്ദമുണ്ടാക്കാതെ ഓഫീസിനുള്ളിലേക്ക് കയറി. മേശപ്പുറത്തിരുന്ന രജിസ്റ്റർ തുറന്നു. ഓരോ പേജിലും കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ, വ്യാജ കമ്പനികൾ, രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ, വിദേശത്തേക്കുള്ള ഷിപ്മെന്റുകളുടെ തീയതികൾ. അവൻ ഓരോ പേജും അതിവേഗം മൊബൈലിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അവസാന പേജ് സ്കാൻ ചെയ്ത നിമിഷം പുറത്തുനിന്നൊരു ശബ്ദം മുഴങ്ങി. ആരാ അവിടെ? കാലടികളുടെ ശബ്ദം ഓഫീസിലേക്ക് അതിവേഗം അടുത്തു വരികയായിരുന്നു. അർജുനും മുരളിയും പരസ്പരം നോക്കി. ഇനി രക്ഷപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ആരാ അവിടെ? ആ ശബ്ദം കേട്ടതും അർജുൻ രജിസ്റ്റർ അടച്ച് മുരളിയെ നോക്കി. പോകാം.
ഇരുവരും ശബ്ദമുണ്ടാക്കാതെ പിന്നിലെ വാതിലിലൂടെ പുറത്തേക്ക് നീങ്ങി. പക്ഷേ ഗോഡൌണിൻ്റെ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും 2 സുരക്ഷാ ജീവനക്കാർ അവരുടെ മുന്നിലെത്തി. "നിൽക്കൂ!" ഒരു നിമിഷം പോലും വൈകാതെ മുരളി അടുത്ത് കിടന്ന ഒരു ഇരുമ്പ് ഡ്രം തള്ളിയിട്ടു. വലിയ ശബ്ദം മുഴങ്ങിയതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ആ അവസരം മുതലെടുത്ത് അർജുനും മുരളിയും ഇരുട്ടിലൂടെ പുറത്തേക്കോടി. പെട്ടെന്ന് കാറിൽ കയറി അവിടെ നിന്ന് ഉടൻ നന്ദിതയുടെ ഓഫീസിലേക്കെത്തി. അർജുൻ സ്കാൻ ചെയ്ത എല്ലാ രേഖകളും കമ്പ്യൂട്ടറിലേക്ക് മാറ്റി. നന്ദിത ഓരോ ഫയലും പരിശോധിച്ചു. അവൾ പതുക്കെ പുഞ്ചിരിച്ചു. ഇനി അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. ഉടൻ തന്നെ എല്ലാ രേഖകളും കമ്പനിയുടെ ചെയർമാനും അന്വേഷണ വിഭാഗത്തിനും അയച്ചു. ഒറിജിനൽ രേഖകളും ഗോഡൌണിൻ്റെ സ്ഥലവും ഉൾപ്പെടുത്തി ഒരു വിശദമായ പരാതിയും നൽകി. പിറ്റേന്ന് രാവിലെ അന്വേഷണ സംഘം നേരെ ഗോഡൌണിലെത്തി. രേഖകളിൽ ഉണ്ടായിരുന്ന നമ്പറുകൾ ഓരോ പെട്ടിയുമായി ഒത്തുനോക്കി. എല്ലാം കൃത്യമായിരുന്നു. ഇൻഷുറൻസിൽ നഷ്ടപ്പെട്ടതായി രേഖപ്പെടുത്തിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ആഭരണങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ച അനിൽ വർമ്മയെയും വിക്രത്തെയും ഉദ്യോഗസ്ഥർ തടഞ്ഞു. അവരുടെ മുന്നിൽ തെളിവുകൾ നിരത്തിയപ്പോൾ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. വർഷങ്ങളായി മറച്ചുവെച്ച സത്യമൊടുവിൽ പുറത്തു വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാളിലെ എല്ലാ ജീവനക്കാരെയും കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു. അർജുൻ പതിവ് പോലെ പിന്നിൽ നിശബ്ദമായിരിക്കുകയായിരുന്നു. പുതിയ ചെയർമാൻ വേദിയിലേക്ക് വന്നു. ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസം തിരികെ നേടാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളെ ആദരിക്കാനാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അർജുൻ, ദയവായി വേദിയിലേക്ക് വരൂ. ഹാൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. ചെയർമാൻ അർജുൻ്റെ കൈ പിടിച്ചു. "നീ ഒരു ജോലി മാത്രമല്ല ചെയ്തത്, ഈ സ്ഥാപനത്തിൻ്റെ സത്യസന്ധതയാണ് നീ രക്ഷിച്ചത്. ഇന്നു മുതൽ നീ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫല്ല. നിന്റെ കഴിവിനനുസരിച്ചുള്ള ജോലി ഇവിടെ സ്ഥിരപ്പെടുത്തും. നിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കമ്പനി മുഴുവൻ പിന്തുണ നൽകുകയും ചെയ്യും." അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് തൻ്റെ അധ്വാനത്തിന് ഇത്ര വലിയ അംഗീകാരം ലഭിക്കുന്നത്. വൈകുന്നേരം അവൻ വീട്ടിലെത്തി. അമ്മ വാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അർജുൻ സന്തോഷ വാർത്ത പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. "നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേനെ." അർജുൻ അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആ നിമിഷം ഇത്രയും വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊരു അർത്ഥം ലഭിച്ചതായി അവന് തോന്നി. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. അർജുൻ ഇന്നും അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഒരിക്കൽ എല്ലാവരും വെറും ക്ലീനർ എന്ന് വിളിച്ചിരുന്ന ആ യുവാവിനെ ഇന്നെല്ലാവരും ബഹുമാനത്തോടെ അർജുൻ എന്ന് വിളിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ വില അവൻ്റെ ജോലിയല്ല, അവൻ്റെ സത്യസന്ധതയാണ്. ഒരു സാധാരണ ക്ലീനറായ അർജുൻ്റെ ജീവിതം എങ്ങനെ ഒരു രഹസ്യ ദൗത്യത്തിലൂടെ മാറിമറിഞ്ഞു? കോടികളുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന അവൻ്റെ ധൈര്യവും സത്യസന്ധതയും പറയുന്ന ഈ കഥയുടെ അവസാന ഭാഗമാണിത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് പുതിയ കഥകൾ ഒരുക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം.